2023 ഡിസംബർ 25 മുതൽ 2024 ഫെബ്രുവരി 10 വരെ നടത്തുന്ന ഹിസ്റ്ററി ക്യാമ്പയിൻ നമ്മുടെ 500 വർഷം മുമ്പ് മലയാളക്കര രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും രാഷ്ട്രീയം, അതിൻ്റെ പശ്ചാത്തലത്തിൽ പാരസ്പര്യത്തിൻ്റെ മലയാളികം, ചെറുത്തുനിൽപ്പിൻ്റെ പൂർവികം എന്ന പ്രമേയത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. ആ ക്യാമ്പയിൻ്റെ സമാപനം 10-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഇരിങ്ങൽ കോട്ടക്കൽ വെച്ചുകൊണ്ട് നടക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ്. ജില്ലാ പ്രസിഡന്റ് SYSന്റെ ജില്ലാ പ്രസിഡന്റ് TP സംഘങ്ങൾ അധ്യക്ഷത വഹിക്കുന്നു. പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ KK കുറുപ്പ്, പ്രഗത്ഭ പ്രഭാഷകനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ഷുഐബുൽ ഐത്തമി, NK രാഗേഷ് തുടങ്ങിയ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ സംബന്ധിക്കുന്ന ഹിസ്റ്ററി കോൺഫറൻസോട് കൂടിയാണ് ക്യാമ്പയിൻ സമാപിക്കുന്നത്. നമുക്കറിയാം, ഇരിങ്ങൽ കോട്ടക്കലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലിയത്ത് മുതൽ ആരംഭിക്കുന്ന ഒരു വലിയ ചെറുത്തുനിൽപ്പിൻ്റെ മതരാഷ്ട്രീയമുണ്ട്. മതവും രാഷ്ട്രീയവും ചേർന്ന് നിൽക്കുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ഇന്നലകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന സെക്യുലറിസം, ഇന്ത്യയുടെ നട്ടെല്ലായ സെക്യുലറിസം, ഭരണഘടന രൂപപ്പെടുത്തിയ 1956 നമ്മുടെ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി സെക്യുലറിസം വരുന്നതെങ്കിലും ആഗോള സെക്യുലറിസത്തിൻ്റെ, യൂറോപ്യൻ സെക്യുലറിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയം മതമില്ലായ്മയല്ല. യൂറോപ്യൻ സെക്യുലറിസം മതനിരാസമാണ്, അല്ലെങ്കിൽ മതവിരുദ്ധമാണ്. ഇന്ത്യൻ സെക്യുലറിസം മതസഹിതമാണ്. രാജ്യത്തിന് ഒരു മതമില്ല, പക്ഷെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും അവരവരുടെ മതമാവുകയും സൗഹൃദത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ വീക്ഷണമാണ് ഇന്ത്യൻ സെക്യുലറിസം. ആ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് സാമൂതിരി എന്ന ഹിന്ദു ഭരണാധികാരിയുടെ ഭരണം നിലനിൽക്കാൻ വേണ്ടി മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കൊടുക്കുന്ന ഒരു ഫത്വയാണ്. അദ്ദേഹം ജിഹാദ് നടത്താനാണ് മുസ്ലിമീങ്ങളോട് പറയുന്നത്. അതിന് അദ്ദേഹം സാമൂതിരിയോട് പറഞ്ഞത്, അങ്ങയുടെ പട്ടാളത്തിൽ ഹിന്ദു മുസ്ലിം, ആ ഹിന്ദു സമുദായത്തിൽ തന്നെ പുലയരും ചെറുമരും തീയരും നായരും ചേർന്ന് നിൽക്കുന്ന, മാപ്പിളമാരും ചേർന്ന് നിൽക്കുന്ന ഒരു ബഹുസ്വരതയുടെ അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പട്ടാള വ്യൂഹം രൂപപ്പെടുത്തിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്നവരോട് മൊത്തം ചെറുക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു ഒപ്പീനിയനാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മുന്നോട്ട് വെക്കുന്നത്. കോഴിക്കോട് കാളിയായ കാളി വംശത്തിലെ ആദ്യത്തെ കണ്ണിയായ കോഴിക്കോട് കാളി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നൽകുന്ന ആശയം, ഹിന്ദു ഭരണം അല്ലെങ്കിൽ ഹിന്ദു രാജാവിൻ്റെ ഭരണം ഇവിടെ നിലനിൽക്കാൻ മുസ്ലിമീങ്ങൾ ആയുധമെടുത്തുകൊണ്ട് അവർ യുദ്ധം നടത്തണം. ഇവിടെ വലിയൊരു ആശയം ഉള്ളത് മുസ്ലിമീങ്ങളുടെ ജിഹാദ്, അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞ ബദർ, ഉഹദ് തുടങ്ങിയ ജിഹാദ് അമുസ്ലിമീങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ കൊല്ലുക എന്നതാണ് എന്ന ധാരണ പൊതുവെ ചില ഭാഗത്ത് ഓറിയൻ്റലിസ്റ്റുകൾ നിർമ്മിച്ചുണ്ടാക്കിയൊരു പ്രോപ്പഗണ്ട മാത്രമാണ്. അതിനടിസ്ഥാനത്തിൽ ഇന്ന് ചില സംഘപരിവാർ സംഘടനകളും പ്രചരിപ്പിക്കുന്നത്, കാസ പോലുള്ള ചില തീവ്രവാദ സംഘടനകൾ പ്രചരിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൻ്റെ പിന്തുടർച്ചയായി, അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞ ജിഹാദിൻ്റെ മറ്റൊരു പതിപ്പായി മലബാറിൽ എങ്ങനെ ജിഹാദ് നടത്തണമെന്ന് പറഞ്ഞത് ഹിന്ദുവായ അമുസ്ലിമായ ബഹുദൈവാരാധകരായ സാമൂതിരിയുടെ അധികാരം നിലനിൽക്കാൻ വേണ്ടി പോർച്ചുഗീസിനോട് എതിർക്കുക, അതിന് യുദ്ധം ചെയ്യുക എന്നാണ്. അപ്പോൾ യുദ്ധം മുസ്ലിം അമുസ്ലിം സംഘർഷത്തിൻ്റെ ഭാഗമല്ല. യുദ്ധം കാഫിറുകൾക്കെതിരെ നടക്കുന്ന പോരാട്ടമല്ല. യുദ്ധം അധിനിവേശത്തോടുള്ള പോരാട്ടമാണ്, രാജ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതാണ് ബദറിലും അതാണ് ഉഹദിലും നടന്നത്. അത് കേരളത്തിലെത്തുമ്പോൾ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഭരണം, അത് ആരാണ് ഭരിക്കുന്നത്? ആ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അതിനെതിരെ വരുന്ന ഏത് വിദേശ ശക്തിയോടും പോരാടാൻ ജിഹാദ് നടത്തണം. അപ്പോൾ ജിഹാദിൻ്റെ ആയത്തുകളും ജിഹാദിൻ്റെ ഹദീസുകളും മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിമുകൾക്ക് 500 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ ജിഹാദിനെ രാജ്യം നിലനിൽക്കുക എന്ന അർത്ഥത്തിലാണ്. അതിൻ്റെ പിന്തുടർച്ചയിലാണ് നമ്മൾ കുഞ്ഞാലി മരക്കാരെ കാണുന്നത്.
കുഞ്ഞാലിമരക്കാർ ഒന്നാമനും രണ്ടാമനും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പടയോട്ടം നടത്തിയപ്പോൾ മൂന്നാമനും നാലാമനും കോട്ടക്കൽ കേന്ദ്രീകരിച്ച് പടയോട്ടം നടത്തി. മൂന്നാമത്തെ കുഞ്ഞാലിമരക്കാർ യുദ്ധത്തിൽ ചാലിയൻകോട്ടയ്ക്ക് ശേഷം ഇരിങ്ങൽ കോട്ട തകർത്ത് അത് പിടിച്ചടക്കി പോർച്ചുഗീസിനെ വിറപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഇരിങ്ങൽ കോട്ടക്കൽ നാട്ടുകാർ കുഞ്ഞാലിമരക്കാർക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ആ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുമ്പം കപ്പലിറങ്ങി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വീണ് കാല് പൊട്ടി കിടപ്പിലായത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാമൂതിരി മഹാരാജാവ് വരുന്നുണ്ട്. ആ ഒരു രംഗം ദാനഭൂമി എന്ന പുസ്തകത്തിൽ കെ പി കേശവമേനോൻ വളരെ മനസ്സിൽ ചാലിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു കണ്ണീരിൽ ചാലിച്ച് എഴുത്തെഴുതുന്നുണ്ട്. അദ്ദേഹം വന്നുകൊണ്ട് കുഞ്ഞാലിമരക്കാരെ കാണുമ്പോൾ അങ്ങ് കിടന്നുപോയത് എനിക്ക് വല്ലാതെ മനസ്സിന് വേദന ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞാലിമരക്കാർ പറയുന്നു, എൻ്റെ വേദനയല്ല, ഞാൻ അങ്ങയോട് ഈ മരണശൈലി വെച്ചുകൊണ്ട് പറയുന്നത്, നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ ഈ യുദ്ധം വിജയിക്കാനുള്ള കാരണം, പോർച്ചുഗീസിനെ എതിർക്കാനുള്ള കാരണം നമ്മുടെ ആയുധ ശക്തിയല്ല, നമ്മുടെ സൈനിക ബലമല്ല, നമ്മുടെ യുദ്ധത്തിൻ്റെ പടക്കോപ്പുകളുടെ വിജയമല്ല, മറിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ കെട്ടുറപ്പാണ്. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം സൗഹൃദം ഈ രാജ്യത്ത് നിലനിന്നാൽ നമുക്ക് ഏത് വിദേശത്തെയും വിദേശിയെയും ചെറുക്കാൻ കഴിയും. എന്ന് നമുക്കിടയിൽ സ്പർദ്ധ ഉണ്ടാകുന്നോ അന്ന് വിദേശി നമുക്കിടയിൽ ആധിപത്യം ശ്രദ്ധിക്കും. അതുകൊണ്ട് അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങയുടെ പിൻഗാമികളും നമ്മുടെ പിൻഗാമികളും ഈ സൗഹൃദം നിലനിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനം കണ്ണടക്കുന്നു. അദ്ദേഹം മരിച്ചു പോവുകയാണ്. പിന്നെ കുഞ്ഞാലിമരക്കാർ നാലാമൻ ആ നാലാമനെ അന്നത്തെ സാമൂതിരിയെ തെറ്റിദ്ധരിപ്പിച്ചത് പോർച്ചുഗീസാണ്. തെറ്റിദ്ധാരണക്ക് വശംവദനായി അദ്ദേഹം ദൗർബല്യ നിമിഷത്തിൽ ആ സാമൂതിരി കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസിന് സമർപ്പിക്കുകയോ ഒറ്റുകൊടുക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം സലണ്ടർ ആകുന്നുണ്ട്. അവസാനമായി തന്നെ വളയുന്ന പട്ടാളക്കാരോട് കുഞ്ഞാലിമരക്കാർ നാലാമൻ ഇരിങ്ങൽ കോട്ടക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ പോർച്ചുഗീസിന് വഴങ്ങൂല, ഞാൻ ഇപ്പോഴും എൻ്റെ ഭരണാധികാരി സാമൂതിരിക്ക് മുമ്പിൽ സലണ്ടർ ആയിക്കോളാം എന്ന് പറയുകയും സാമൂതിരിയുടെ ദർബാറിൽ ചെന്ന് സലണ്ടർ ആവുകയും അവസാനം അദ്ദേഹത്തെ സാമൂതിരി പോലും എതിർത്തിട്ടും നായർ പടയാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട്, നായർ പടയാളികൾ കുഞ്ഞാലിമരക്കാർക്ക് വേണ്ടി ആയുധമെടുക്കുന്നു, കുഞ്ഞാലിമരക്കാർ നാലാമൻ രക്ഷിക്കാൻ വേണ്ടി നായർ പടയാളികൾ ആയുധമെടുക്കുന്നു. പക്ഷെ പോർച്ചുഗീസ് അത്ര ശക്തമായതുകൊണ്ട് കുഞ്ഞാലി നാലാമനെ കൊണ്ടുപോവുകയും തുറങ്കലെടുക്കുകയും തൂക്കിക്കൊല്ലുകയും പിന്നെ കഷ്ണമായി അറബിക്കടൽ വലിച്ചെറിയുകയും ചെയ്യുകയാണ് ചരിത്രം. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ചരിത്രത്തെ ഇന്നത്തെ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാരസ്പര്യത്തിൻ്റെ മലയാളികം എന്താണെന്ന് പറയുകയാണ് SYSൻ്റെ ക്യാമ്പയിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം. മലയാളത്തിൽ നമ്മുടെ കേരളക്കരയിലെ അല്ലെങ്കിൽ നമ്മുടെ മലബാറിൻ്റെ തീരദേശം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഈ സെക്യുലറിസത്തിൻ്റെ റോൾ മോഡൽ കുഞ്ഞാലിമരക്കാരുടെയും സാമൂതിരി മഹാരാജാവിൻ്റെയും അല്ലെങ്കിൽ സാമൂതിരി വംശത്തിൻ്റെയും കുഞ്ഞാലി മരക്കാർ വംശത്തിൻ്റെയും കാലഘട്ടം മുതൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സൗഹൃദ പശ്ചാത്തലമാണ്. ആ സൗഹൃദ പശ്ചാത്തലത്തിൻ്റെ തനിമയാർന്ന നിലപാടുകൊണ്ട് മുന്നോട്ട് പോകലാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാറിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്ന ഒരു ചരിത്രത്തിൻ്റെ പുനരാവിഷ്കാരമാണ് നമ്മൾ നടത്തുന്നത്. കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം അത്രമേൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പല കാരണങ്ങളെ കൊണ്ടും കുഞ്ഞാലിമരക്കാർ വിസ്മരിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് കോട്ടക്കൽ ചരിത്രത്തെ, ഇരിങ്ങൽ കോട്ടക്കലിനെ ജനകീയമാക്കുകയും അതിനെ ലൈവാക്കുകയും പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് 5 നൂറ്റാണ്ടപ്പുറത്തെ നമ്മുടെ മലബാറിൻ്റെ സൗഹൃദത്തിൻ്റെ പരിസരത്തെ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ക്യാമ്പയിൻ്റെ സമാപനം എന്നത് ക്യാമ്പയിൻ്റെ സമാപനമാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ ഇതിലെ ക്യാമ്പയിൻ തുടരുകയും പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും ഈ ഒരു സൗഹൃദ പശ്ചാത്തലം ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെൻറ്റ് രൂപപ്പെടുത്തുന്നതിനാകാവുന്നത് ഒരു മതസംഘടനയുടെ അതിർവരമ്പിൻ്റെ അകത്തുനിന്നുകൊണ്ട് ക്യാമ്പയിൻ ചെയ്യുക എന്നതുകൂടിയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന ഉദ്ദേശം. ആ പരിപാടി, സമാപന പരിപാടി ഈ ഹിസ്റ്ററി കോൺഫറൻസ് സൈറ്റാണ്. അതിലെല്ലാവരും ഉണ്ടാവുകയും അതിനാവശ്യമായ എല്ലാ സഹകരണവും മാധ്യമങ്ങളുടെ മീഡിയകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.